ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈ വിശകലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രസിദ്ധമായ ഒരു ചരിത്ര സംഭവത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഗലീല കടൽത്തീരത്ത് മനോഹരമായൊരു സൂര്യാസ്തമയ സമയത്ത് അതിവിശാലമായ ഒരു ജനക്കൂട്ടം തടിച്ചുകൂടുന്ന ആ സിനിമാറ്റിക്കായ ദൃശ്യമൊന്ന് സങ്കൽപ്പിക്കുക. കേവലം ഒരു അത്ഭുതകഥ എന്നതിലുപരി ഉറപ്പുള്ള ചരിത്രപരമായ തെളിവുകളും അതുപോലെ ആധുനിക സാമ്പത്തിക മാനേജ്മെന്റ് പാഠങ്ങളും ഈ സംഭവത്തിൽ മറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ശരി, നമുക്കിതിലേക്ക് കടക്കാം. ആ രംഗം ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവരിക. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ ജനക്കൂട്ടം ആ പച്ചപ്പുല്ല് നിറഞ്ഞ കുന്നിൻ ചെരുവുകളിൽ യേശുവിനെ അന്വേഷിച്ചെത്തുന്ന വൈകാരികമായ ഒരു രംഗമാണിത്. ശാരീരികമായ വിശപ്പിനേക്കാൾ തങ്ങളുടെ രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കാനും പുതിയ പ്രത്യാശ കണ്ടെത്താനും വേണ്ടിയാണ് അവർ ആ വിജനപ്രദേശത്തേക്കെത്തിയത്. അവിടെ വളരെ ശാന്തനായി യേശു അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സുവിശേഷങ്ങളിലൊന്നായ മർക്കസിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വരിയാണിത്. ഇതിലെ അസാധാരണമായ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? പച്ചപ്പുല്ല്. അതുപോലെ പലരും വരികയും പോകുകയും ചെയ്തിരുന്നു എന്ന് തിരക്കുള്ള ജനക്കൂട്ടത്തെക്കുറിച്ചുള്ള പരാമർശവും. ഗലീലയിലെ കാലാവസ്ഥയനുസരിച്ച് അവിടെ കൂടുതലും ഉണങ്ങിയ കരിഞ്ഞ പുല്ലുകളാണ് കാണപ്പെടാറുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ പച്ചപ്പുല്ല് അവിടെ വന്നത്? തീർച്ചയായും ഇതിന് ചരിത്രപരമായ ഒരു ഉത്തരമുണ്ട്. ഇവിടെയാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ വിവരങ്ങൾ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ചേർത്ത് വായിക്കേണ്ടത്. യോഹന്നാൻ കൃത്യമായി പറയുന്നു, ഇത് യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരിക്കുന്ന സമയമായിരുന്നുവെന്ന്. പെസഹ സമയം എന്നു പറയുന്നത് വസന്തകാലമാണ്. വസന്തകാലത്തെ മഴ കാരണം അവിടെ സ്വാഭാവികമായും ധാരാളം പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, പെരുന്നാൾ സമയമായതുകൊണ്ട് തന്നെ നിരവധി തീർത്ഥാടകർ ആ വഴിയെ യാത്ര ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവിടെ അത്രയും തിരക്കുണ്ടായിരുന്നത്. വ്യത്യസ്ത ആളുകൾ എഴുതിയ വിവരങ്ങൾ എത്ര കൃത്യമായാണ് പരസ്പരം യോജിക്കുന്നതെന്ന് നോക്കൂ. ഇത് ഈ സംഭവത്തിന്റെ ചരിത്രപരമായ ആധികാരികതയാണ് അക്ഷരം പ്രതി തെളിയിക്കുന്നത്. വിശന്നിരിക്കുന്ന ആ വലിയ ജനക്കൂട്ടത്തിന്റെ വ്യാപ്തിയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. സന്ധ്യയായപ്പോ ഇത്രയും വലിയ ജനക്കൂട്ടത്തെ കണ്ട് പത്രോസ് ഉൾപ്പെടെയുള്ള യേശുവിന്റെ ശിഷ്യന്മാർ ശരിക്കും പരിഭ്രാന്തരായി. ഈ വിജനപ്രദേശത്ത് ഇവർക്ക് എവിടുന്ന് ഭക്ഷണം കൊടുക്കാനാണ്? അവരെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയച്ച് സ്വന്തമായ ഭക്ഷണം വാങ്ങാൻ അനുവദിക്കണമെന്നവർ വളരെ നിർബന്ധത്തോടെ യേശുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ യേശു അവരെ പറഞ്ഞയക്കാൻ തയ്യാറായിരുന്നില്ല. പകരം യേശു തന്റെ ശിഷ്യനായ ഫിലിപ്പോസിനോടൊരു ചോദ്യം ചോദിച്ചു. ഇവർക്ക് ഭക്ഷിപ്പാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ഇതൊരു വലിയ ചരിത്രപരമായ നിഗൂഢതയാണ്, അല്ലേ? യേശുവിന്റെ പ്രധാന ശിഷ്യന്മാരിലൊരാളല്ലായിരുന്ന ഫിലിപ്പോസിനോട് മാത്രം എന്തിനാണ് ഇങ്ങനെയൊരു അസാധ്യമായ ചോദ്യം ചോദിച്ചത്? പത്രോസിനോടോ പണം കൈകാര്യം ചെയ്തിരുന്ന യൂദാസിനോട് ചോദിക്കാമായിരുന്നില്ലേ? ഈ സ്ലൈഡിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ? യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഫിലിപ്പോസിന്റെയും അന്ത്രയാസിന്റെയും വിവരങ്ങൾ ലൂക്കോസിന്റെ വിവരണവുമായി കൃത്യമായി യോജിക്കുന്നു എന്നതാണ്. ലൂക്കോസ് വ്യക്തമാക്കുന്നത് ഈ സംഭവം നടന്നത് ബേത്സൈദ എന്ന പട്ടണത്തിന് സമീപമാണ് എന്നാണ്. മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് നമുക്കറിയാം ഫിലിപ്പോസും അന്ത്രയാസും ജനിച്ചു വളർന്നത് ഇതേ ബേത്സൈദയിലാണെന്ന്. അതായത് ആ നാട്ടുകാരനായ ഫിലിപ്പോസിനോട് അവിടെ എവിടെയാണ് ഭക്ഷണം കിട്ടുക എന്ന് യേശു ചോദിച്ചതിൽ പൂർണ്ണമായ യുക്തിയുണ്ട്. നാട്ടുകാരനായതുകൊണ്ട് തന്നെയാണ് അന്ത്രയാസിന് ആ ചെറിയ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞതും. എല്ലാം കൃത്യമായി കണക്റ്റ് ആവുന്നുണ്ടല്ലേ? അങ്ങനെ അന്ത്രയാസ് ഒരു ചെറിയ കുട്ടിയെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ആ കുട്ടിയുടെ കൈവശം ആകെ ഉണ്ടായിരുന്നത് 5 ചെറിയ യവത്തപ്പവും 2 ചെറിയ മീനും മാത്രമായിരുന്നു. ഇതിലെ സൂക്ഷ്മമായ വിവരങ്ങളൊന്ന് ശ്രദ്ധിക്കുക. യവത്തപ്പം അഥവാ ബാർലി ബ്രെഡ് എന്നത് അക്കാലത്തെ ദരിദ്രരായ ആളുകളുടെ ഭക്ഷണമായിരുന്നു. ഏറ്റവും വില കുറഞ്ഞ സാധാരണക്കാരുടെ ഭക്ഷണം. ആയിരക്കണക്കിന് ആളുകളുടെ ആ വലിയ വിശപ്പിനു മുന്നിൽ ആ കുട്ടിയുടെ കൈവശമുള്ള ഈ ചെറിയ ഭക്ഷണം തീർത്തും അപര്യാപ്തമായിരുന്നു. എന്നാൽ യേശു ആ ചെറിയ ഭക്ഷണം വാങ്ങി ജനങ്ങളോട് ആ പച്ചപ്പുല്ലിലിരിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും സ്തോത്രം പറയുകയും ചെയ്തുകൊണ്ട് ആ അപ്പം നുറുക്കി. ഇത് വളരെ വൈകാരികവും ദൈവീക പ്രകാശം നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു നിമിഷമായിരുന്നു. ലഭിച്ച ആ ചെറിയ വിഭവത്തെ യേശു പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് അത്ഭുതകരമായി വർദ്ധിപ്പിക്കാൻ തുടങ്ങുകയാണ്. പിന്നീട് അവിടെ നടന്നത് സന്തോഷത്തിനു വലിയൊരു ആഘോഷം തന്നെയായിരുന്നു. ആ ഭക്ഷണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ശിഷ്യന്മാരാ ജനങ്ങൾക്കിടയിലൂടെ നടന്ന് എല്ലാവർക്കും വേണ്ടുവോളം അപ്പവും മീനും വിളമ്പിക്കൊടുത്തു. യേശുവിന്റെ അനുകമ്പയും ജനങ്ങളുടെ ശാരീരികമായ ആവശ്യവും തമ്മിൽ സംഗമിക്കുന്ന അവിശ്വസനീയമായ ഒരു കാഴ്ചയാണിത്. ആ വലിയ ജനക്കൂട്ടം മുഴുവൻ ഭക്ഷണം കഴിച്ച് പൂർണ്ണമായും തൃപ്തരായി. ഇനി നമുക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം.
കാരണം ഇത് അവിടെയുള്ള ഒരു സംഭവവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ എലീശ പ്രവാചകൻ 20 യവത്തപ്പം കൊണ്ട് 100 പേരെ ഊട്ടുന്ന ഒരു സംഭവമുണ്ട്. എന്നാൽ യേശു ഇവിടെ ചെയ്തത് അതിനേക്കാൾ എത്രയോ വലിയൊരു കാര്യമാണ്. വെറും 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം പേരെയാണ് യേശു ഊട്ടിയത്. പഴയ നിയമത്തിലെ പ്രവാചകനേക്കാൾ വലിയവനും ആത്യന്തികമായ അധികാരവുമുള്ളവനാണ് യേശുവെന്ന് ഇത് അസന്നിഗ്ധമായി തെളിയിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞതിനു ശേഷമുള്ള ഈ രംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും കഴിച്ചു തൃപ്തരായപ്പോൾ യേശു ശിഷ്യന്മാരോട് കർശനമായൊരു കാര്യം പറഞ്ഞു. ഒന്നും പാഴായിപ്പോകാതിരിപ്പാൻ ശേഷിച്ച കഷ്ണങ്ങൾ ശേഖരിപ്പിൻ. അവരങ്ങനെ തന്നെ ചെയ്തു. ബാക്കി വന്ന കഷ്ണങ്ങൾ അവർ ശേഖരിച്ചപ്പോൾ അത് 12 കൂടകൾ നിറയെ ഉണ്ടായിരുന്നു. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നത് എന്തെന്നാൽ ഈ അത്ഭുതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആഴത്തിലുള്ള ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങളാണ്. സുവിശേഷങ്ങളിൽ പിന്നീട് 4000 പേരെ ഊട്ടുന്ന മറ്റൊരു സംഭവമുണ്ട്. 5000 പേരെ ഊട്ടിയത് യഹൂദരുടെ ഇടയിലായിരുന്നു. അവിടെ ബാക്കി വന്നത് 12 ചെറിയ കൈക്കൂടകളാണ്, അഥവാ കോഫിനോസ്. ഈ 12 എന്നത് ഇസ്രയേലിലെ 12 ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നാൽ 4000 പേരെ ഊട്ടിയത് പുറജാതിക്കാരുടെ ഇടയിലായിരുന്നു. അവിടെ ബാക്കി വന്നത് 7 വലിയ കൊട്ടകളാണ്. 7 എന്നത് പരിപൂർണതയെയും ലോകമെമ്പാടുമുള്ള സകല ജനതയെയും പ്രതിനിധീകരിക്കുന്നു. അതായത് യേശുവിന്റെ ഈ കരുതൽ എല്ലാവർക്കും ഉള്ളതാണെന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ആത്മീയത മാറ്റിവെച്ചാൽ ഇതൊരു ഉഗ്രൻ മാനേജ്മെന്റ് പാഠം കൂടിയാണ്. ബാക്കി വന്ന കഷണങ്ങൾ ശേഖരിക്കുക എന്ന യേശുവിന്റെ നിർദ്ദേശത്തെ ഒരു ആധുനിക സാമ്പത്തിക മാനേജ്മെന്റ് പാഠമായി നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. സുസ്ഥിരത ഉറപ്പുവരുത്താനും സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്കും വേണ്ടി നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളെ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുക എന്നതാണ് മാനേജ്മെന്റ് സാമ്പത്തിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു ഇവിടെ പ്രാവർത്തികമാക്കിയതും കൃത്യമായി അതുതന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വ്യക്തമായ ചില സാമ്പത്തിക തത്വങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ട്. ആ ചെറിയ കുട്ടിയുടെ വിഭവങ്ങൾ സമൂഹത്തിന്റെ പൊതുനന്മയ്ക്കായി ഉപയോഗിച്ചതിലൂടെ ഫലപ്രദമായൊരു റിസോഴ്സ് മാനേജ്മെന്റ് യേശു നമുക്ക് കാണിച്ചുതരുന്നു. കൂടാതെ ഒന്നും പാഴായി പോകരുത് എന്ന് നിർദ്ദേശിക്കുന്നതിലൂടെ ലഭ്യമായ സമൃദ്ധിയെ നശിപ്പിക്കാതെയുള്ള സൂക്ഷ്മതയും മിതവ്യയവും അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകമൊന്ന് ഓർത്തുനോക്കൂ. ദൈവം ജനങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്നും മന്ന നൽകിയപ്പോൾ ചിലർ അത് സ്വാർത്ഥതയോടെ നാളേക്കായി പൂഴ്ത്തിവെക്കാൻ ശ്രമിക്കുകയും അത് അഴുകിപ്പോവുകയും ചെയ്തു. എന്നാൽ ഇവിടെ ബാക്കി വന്ന കഷണങ്ങൾ ശേഖരിക്കുന്നത് സ്വന്തം ആവശ്യത്തിനായല്ല, മറിച്ച് വിഭവങ്ങൾ സംരക്ഷിക്കാനും പാഴാക്കാതിരിക്കാനുമുള്ള വലിയൊരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും വളരെ വലുതാണ്. ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം ആ അത്ഭുതം നേരിൽ കണ്ട ജനങ്ങളുടെ യഥാർത്ഥ എണ്ണമാണ്. 5000 പേർ എന്ന് പറയുന്നത് അവിടെയുണ്ടായിരുന്ന പുരുഷന്മാരുടെ എണ്ണം മാത്രമായിരുന്നു. അപ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആ ജനക്കൂട്ടത്തിന്റെ യഥാർത്ഥ എണ്ണം ഏകദേശം 10,000-ലധികം വരുമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ കണക്കാക്കുന്നു. ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണത്. ഈ സംഖ്യയുടെ യഥാർത്ഥ പ്രാധാന്യമെന്താണെന്നോ? 1-ാം നൂറ്റാണ്ടിൽ ഗലീലയിലെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 6% ആളുകൾ വരുമിത്. ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഒരേ സമയം ഈ അത്ഭുതത്തിന് പരസ്യമായി സാക്ഷ്യം വഹിച്ചു എന്നത് ചരിത്രപരമായി നിഷേധിക്കാനാവാത്ത ഏറ്റവും ശക്തമായ ഒരു തെളിവായി ഈ സംഭവത്തെ മാറ്റുന്നു. രഹസ്യമായി നടന്ന ഒന്നല്ല, ആയിരങ്ങൾ നേരിൽ കണ്ട യാഥാർത്ഥ്യമാണിത്. ആ സൂര്യാസ്തമയ സമയത്ത് ശാന്തരും പൂർണ്ണ സംതൃപ്തരുമായ ആ വലിയ ജനക്കൂട്ടത്തെ നോക്കി നിൽക്കുന്ന യേശുവിന്റെ ദൃശ്യം ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ ചെറിയൊരു കാര്യത്തെ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ യേശുവിന്റെ അനുകമ്പയിലൂടെ അത് വലിയൊരു സമൃദ്ധിയായി മാറുന്ന കാഴ്ചയാണ് നാം ഇവിടെ കണ്ടത്. ഇല്ലാത്തതിനെക്കുറിച്ചുള്ള പരാതികൾക്കപ്പുറം ഉള്ളതിനെ നന്ദിയോടെ കാണാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അവസാനമായി നിങ്ങളെ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യം ഞാൻ ചോദിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെല്ലാം ബാക്കിപത്രങ്ങൾ അല്ലെങ്കിൽ ചെറിയ വിഭവങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാനും സംരക്ഷിക്കാനും കഴിയും? നിങ്ങളുടെ സമയം, നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ ചെറിയ സമ്പാദ്യങ്ങൾ എന്നിവ മറ്റുള്ളവരുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാം? ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് ആധുനിക ജീവിതത്തിലേക്കുള്ള വലിയൊരു സന്ദേശമാണിത്. ഈ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാവർക്കും നന്ദി. ഇത് നിങ്ങളുടെ ചിന്തകളിൽ പുതിയൊരു തിരിതെളിക്കുമെന്ന് വിശ്വസിക്കുന്നു.